പ്രിയപ്പെട്ട കുട്ടികളെ, +2 എക്കണോമിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈക്രോ എക്കണോമിക്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററായ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നുള്ള ഭാഗമാണ് കഴിഞ്ഞ 6 ഭാഗങ്ങളിലായി നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തെ ചാപ്റ്റർ 6 ഭാഗങ്ങളെ കൊണ്ട് തീർന്നതാണ്. ഈ പാർട്ട് 7ൻ്റെ ഭാഗമായി ഞാൻ പറയാൻ പോകുന്നത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. 9-10 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തത്, ദ ഷേപ്പ് ഓഫ് TFC കർവ് ഈസ് ഡാഷ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവിൻ്റെ ഷേപ്പ് എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ, ഓപ്ഷൻ ബി ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ, സി അപ്വേർഡ് സ്ലോപ്പിംഗ്, ഡി ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. നമുക്കറിയാം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ് ഈസ് പാരലൽ ടു OX ആക്സിസ്. OX അക്ഷത്തിന് സമാന്തരമായിട്ടാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടോട്ടൽ പ്രൊഡക്റ്റ് അറ്റ് 5th യൂണിറ്റ് ഓഫ് ലേബർ ഈസ് 96 and total product at 6th unit of labor is 98. Then MP is dash. 5 യൂണിറ്റ് ലേബറിനെ ഉപയോഗിക്കുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് 96ഉം 6 യൂണിറ്റിൻ്റെ ലേബറിനെ ഉപയോഗിക്കുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് 98ഉം ആണെങ്കിൽ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 98 - 96, ദാറ്റ് ഈസ് മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് 2. തേർഡ് ക്വസ്റ്റ്യൻ, ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ഇൻ ദ കോബ്ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സിബിറ്റ്സ്. നമുക്കറിയാം കോബ്ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറഞ്ഞതാണ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലിനെ കാണിക്കുന്നു. ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും. ലെസ് ദാൻ 1 ആണെങ്കിൽ അത് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ആൻസർ ഈസ് ഓപ്ഷൻ എ IRS, ദാറ്റ് ഈസ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. Fourth question, a set of all possible combinations of two inputs that yield the same level of output is dash. ഒരേ ലെവൽ ഔട്ട്പുട്ട് നൽകുന്ന രണ്ട് ഇൻപുട്ടുകളുടെ വ്യത്യസ്ത കോമ്പിനേഷനുകൾ ചേർത്ത് വരയ്ക്കുന്ന കർവാണ് ഐസോകോൺസ്, ഇൻഡിഫറൻസ് കർവ്, PPC, ഐസോകോസ്റ്റ് ലൈൻ. നമ്മൾ പഠിച്ചതാണ് ഓപ്ഷൻ എ ഐസോകോൺസ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ദ ഷേപ്പ് ഓഫ് AFC കർവ് ഈസ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവിൻ്റെ ഷേപ്പ് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഓപ്ഷൻ എ യു ഷേപ്പ്, ഓപ്ഷൻ ബി ഇൻവേർട്ടഡ് യു ഷേപ്പ്, ഓപ്ഷൻ സി റെക്ടാങ്കുലർ ഹൈപ്പർബോള, ഓപ്ഷൻ ഡി ഹൊറിസോണ്ടൽ. ആൻസർ ഈസ് ഓപ്ഷൻ സി റെക്ടാങ്കുലർ ഹൈപ്പർബോള. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് എ വേരിയബിൾ ഇൻപുട്ട് ഈസ് നോൺ ആസ്. ആവറേജ് പ്രൊഡക്റ്റ് ആണ്, ശരാശരി ഉൽപ്പന്നമാണ്. സെവൻത്ത് ക്വസ്റ്റ്യൻ, the change in total cost per unit of change in output is known as, that is marginal cost. ഇനി 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 8th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട് that a firm can produce with 0 units of L and 10 units of K when its production function is Q equal to 5L into 2K. ഇത് കോബ്ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ രൂപത്തിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. Q കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. Q എന്ന് പറയുന്നത് 5L into 2K ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നിന്ന് തന്നിട്ടുണ്ട് 0 യൂണിറ്റ്സ് ഓഫ് L ഈക്വൽ ടു 0, 10 യൂണിറ്റ്സ് ഓഫ് K ഈക്വൽ ടു 10. സോ നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. Q ഈക്വൽ ടു 5L എന്നുള്ള സ്ഥലത്ത് 5 into 0, 2K എന്നുള്ള സ്ഥാനത്ത് 2 into 10. 5 into 0 0 ആണ്, 2 into 10 20. സോ Q ഈക്വൽ ടു 20 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് എ ഫേം ഈസ് Q ഈക്വൽ ടു 5L റൈസ് ടു 1/2 ഇൻറ്റു K റൈസ് ടു 1/2. ഫൈൻഡ് ഔട്ട് ദ മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട് ദാറ്റ് എ ഫേം ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് 100 യൂണിറ്റ്സ് ഓഫ് L ആൻഡ് 100 യൂണിറ്റ്സ് ഓഫ് K. നമുക്ക് ഔട്ട്പുട്ട് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഔട്ട്പുട്ട് കാണാൻ Q ഈക്വൽ ടു 5L റൈസ് ടു 1/2 ഇൻറ്റു K റൈസ് ടു 1/2 എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് എല്ലിൻ്റെ അളവ് 100 യൂണിറ്റ് ആണ് എന്നും കെയും 100 ആണ് എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ
ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. Q ഈക്വൽ ടു 5 ഇൻറ്റു എൽ റേസ് ടു 1/2 എന്നുള്ളതിൽ എൽ എന്നുള്ള സ്ഥാനത്ത് 100 എന്ന് കൊടുക്കുന്നു. 100 റേസ് ടു 1/2 ഇൻറ്റു കെ എന്ന് പറയുന്നത് 100 ആണ്. 100 റേസ് ടു 1/2. 100 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ 10 ആണ്. അതുകൊണ്ട് നമ്മൾ 5 ഇൻറ്റു 100 റേസ് ടു 1/2 എന്നുള്ളതിന് പകരം 5 ഇൻറ്റു 10 ഇൻറ്റു 100 റേസ് ടു 1/2, അതായത് 10. സോ 5 ഇൻറ്റു 10 ഇൻറ്റു 10 ഈക്വൽ ടു 500 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കാറ്റഗറൈസ് ദ ഫോളോയിങ് ഇൻറ്റു ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. കുറച്ച് കോസ്റ്റുകൾ തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് വേജസ് ഓഫ് ടെമ്പററി വർക്കേഴ്സ്, താൽക്കാലിക ജീവനക്കാരുടെ വേജ് ആണ്. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, സാലറീസ് ഓഫ് പെർമനന്റ് സ്റ്റാഫ്, സ്ഥിര ഉദ്യോഗസ്ഥരുടെ ശമ്പളമാണ്. കോസ്റ്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, കോസ്റ്റ് ഓഫ് അക്വയറിംഗ് ലാൻഡ്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യണം, ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തതാണ്, പ്രൊഡക്ഷൻ നടന്നാലും ഇല്ലെങ്കിലും ചിലവാകുന്നതാണ് ഫിക്സഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഉണ്ടാകുന്നത്, ഷോർട്ട് പീരീഡിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് കാറ്റഗറൈസ് ചെയ്താൽ ഇങ്ങനെ എഴുതാം. ഫിക്സഡ് കോസ്റ്റ് താഴെ സാലറീസ് ഓഫ് പെർമനന്റ് സ്റ്റാഫ്, പ്രൊഡക്ഷൻ നടന്നാലും ഇല്ലെങ്കിലും നമ്മൾ കൊടുക്കേണ്ടതാണ് പെർമനന്റ് സ്റ്റാഫിൻ്റെ സാലറി. കോസ്റ്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, മെഷീനറിക്കും പ്ലാന്റ്സിനും വേണ്ടി ചിലവാക്കുന്നത്. കോസ്റ്റ് ഓഫ് അക്വയറിംഗ് ലാൻഡ്, ലാൻഡ് അക്വയർ ചെയ്യാൻ വേണ്ടി ചിലവാക്കുന്നത്. ഇനി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് വേരിയബിൾ കോസ്റ്റ് ഉള്ളൂ. ദാറ്റ് ഈസ് വേജസ് ഓഫ് ടെമ്പററി വർക്കേഴ്സ്, താൽക്കാലിക ജീവനക്കാരുടെ കൂലി, റോ മെറ്റീരിയൽസിൻ്റെ ചിലവ്, ട്രാൻസ്പോർട്ടേഷൻ്റെ ചിലവ്, ഇത്രയും കാര്യങ്ങൾ വേരിയബിൾ കോസ്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്, കംപ്ലീറ്റ് ദ ടേബിൾ. യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് മാർജിനൽ കോസ്റ്റ് കാണണം, ആവറേജ് കോസ്റ്റ് കാണണം, ആവറേജ് വേരിയബിൾ കോസ്റ്റും കാണണം. നമുക്കറിയാം മാർജിനൽ കോസ്റ്റ് കാണാൻ ടോട്ടൽ കോസ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ആവറേജ് കോസ്റ്റ് കാണാൻ ടോട്ടൽ കോസ്റ്റിനെ യൂണിറ്റ് കൊണ്ട് ഹരിച്ചാൽ മതി. ആവറേജ് വേരിയബിൾ കോസ്റ്റ് കാണാൻ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ യൂണിറ്റ് കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. മാർജിനൽ കോസ്റ്റ് ആദ്യത്തെ നമ്മൾ എഴുതണ്ട, രണ്ടാമത്തത് TC 200 നിന്ന് 100 കുറച്ച് കിട്ടുന്ന 100, അടുത്തത് 250 മൈനസ് 200 50, 450 മൈനസ് 250 200, 500 മൈനസ് 450 50. അങ്ങനെ നമുക്ക് മാർജിനൽ കോസ്റ്റ് കിട്ടും. ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ശരാശരി ചെലവാണ്. ടോട്ടൽ കോസ്റ്റ് നമ്മൾ യൂണിറ്റ് കൊണ്ട് ഹരിക്കണം. ആദ്യത്തെ നമ്മൾ ചെയ്യേണ്ട, രണ്ടാമത്തത് 200നെ 1 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 200 എന്ന് കിട്ടും. അടുത്തത് 250യെ 2 കൊണ്ട് ഹരിച്ചാൽ 125 എന്ന് കിട്ടും. അങ്ങനെ ആവറേജ് കോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്നുള്ള കോളത്തിലേക്ക് നോക്കുക, അതിനെ നമ്മൾ യൂണിറ്റ് കൊണ്ട് ഹരിക്കുക. ആദ്യത്തത് 100 ഡിവൈഡ് ബൈ 1 ആണ്, ഇത് 100 എന്ന് കിട്ടും. അടുത്ത 150 ഡിവൈഡ് ബൈ 2 ആണ്, 75 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TP, AP ആൻഡ് MP ഇൻ ദ ഷോർട്ട് റൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഇങ്ങനെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയഗ്രാം വരയ്ക്കുക, 3 പ്രൊഡക്റ്റുകളുടെയും ഡയഗ്രാം വരയ്ക്കുക, കർവുകൾ വരയ്ക്കുക. ടോട്ടൽ പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്. അത് വരച്ചു കഴിഞ്ഞാൽ തന്നെ, അത് വരയ്ക്കുന്ന രീതി ശരിയാണെങ്കിൽ തന്നെ നമുക്കിതിൻ്റെ റിലേഷൻഷിപ്പ് ഈ ഡയഗ്രാം നോക്കി നമുക്ക് പറയാം. ഇതിൽ റിലേഷൻഷിപ്പ് എഴുതിയിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ കർവുകൾ വരയ്ക്കുമ്പോൾ 3 കർവും ഒറിജിൻ പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത്, 0 പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർജിനൽ പ്രൊഡക്റ്റ് എങ്ങനെ പോകുന്നു, ടോട്ടൽ പ്രൊഡക്റ്റ് എങ്ങനെയാണ് പോകുന്നത്, ആവറേജ് പ്രൊഡക്റ്റ് ഒരിക്കലും എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യാൻ പാടില്ല. മാർജിനൽ പ്രൊഡക്റ്റ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്ത് നെഗറ്റീവായി മാറുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 3 സ്റ്റേജുകളിലൂടെയാണ് ഇത്. നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പഠിച്ചതാണ്. അപ്പോൾ 3 സ്റ്റേജുകളാണ് ഇതിലുള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സ്റ്റേജ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ് നമ്മൾ പറഞ്ഞതാണ്.
ആ സമയത്ത് ആവറേജ് പ്രൊഡക്റ്റ് മാർജിനൽ പ്രൊഡക്റ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ മാർജിനൽ പ്രൊഡക്റ്റ് കുറയാൻ തുടങ്ങുന്നു. ആ സമയത്ത് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ്. പിന്നീട് മാർജിനൽ പ്രൊഡക്റ്റ് 0 ആയി മാറുന്ന പോയിന്റിലാണ് ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം എത്തുന്നത്. ആ പോയിന്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മാർജിനൽ പ്രൊഡക്റ്റ് N2 എന്ന് നമുക്ക് കാണാം. അതിൻ്റെ നേരെയാണ് ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം എത്തുന്ന B എന്നുള്ള പോയിന്റ്. പിന്നീട് മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവായി മാറുന്നു. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റും കുറഞ്ഞു വരുന്നു. അപ്പോൾ ഈ 3 കർവുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഈ ഡയഗ്രം നോക്കി പറയാം. പിന്നെ ഈ ചാപ്റ്ററിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അത് നിങ്ങൾ ഡയഗ്രം വരച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ മുഴുവനായിട്ടും കൊടുക്കണം. ഇത്രയാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. ഇതോടെ നമ്മൾ മൈക്രോ എക്കണോമിക്സിലെ 3ാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുന്നു.